തിരിച്ചുപിടിക്കാൻ കഴിയും. വാശിയോടെ പൊരുതിയാൽ ജീവിതത്തിൽ പലതും. മികച്ച കളിക്കാർക്ക് കൈവിട്ട കിരീടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൽബാ ദ്വീപ സമൂഹങ്ങളിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന് തന്റെ വിജയരഥം ഓടിച്ചു കയറുവാൻ കഴിഞ്ഞു. അലക്സാണ്ടറിനും സീസറിനും മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തകരായ ബാബ ആംദേക്ക് വരെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നഷ്ടമായവയെല്ലാം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞതാണ് ചരിത്രം. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ തിരിച്ചുപിടിക്കാൻ കഴിയാതെ വല്ലാതെ വേദനിപ്പിച്ച് കടന്നുപോകുന്നത് കാലമാണ്. കാലം നഷ്ടമാക്കുന്ന അപരിഹാര്യമായ വേദനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കലാലയ കാലം. നഷ്ടപ്പെട്ടു പോകുന്ന കലാലയ കാലത്തിന്റെ തപ്ത വിരഹങ്ങളെ ക്യാമ്പസുകളുടെ ഉൾത്തുടിപ്പുകളോടൊപ്പം സമയം പങ്കിട്ട് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഈ പുരോഗമന പ്രവർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥിയിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് ചെമ്പഴന്തി SN കോളേജിലെ എന്റെ കലാലയത്തിലെ ആസ്ഥാന പാട്ടുകാരൻ അല്ലേ, കേട്ടിട്ട് പറയാം. ഒരു പാട്ട് പാടാം. പൂക്കൾ പൂക്കും തരുണം ആരുയിരേ താർത്തതാരുമില്ലയേ, പുലരും കാலை பொழுதை முழுமதையும் பிரிந்து போவதில்லையே, நேற்று வரை நேரம் போகவில்லையே, உனதருகே நேரம் போதவில்லையே, எதுவும் பேசவில்லையே, இன்று ஏனோ எதுவும் தோன்றவில்லையே, இது எதுவோ இரவும் விழியவில்லையே, அது விழிந்தால் பகலும் முடியவில்லையே, பூந்தளிரே ஓ ஓ വെരി ഗുഡ്. ഒരു സമ്മാനമാണ്. കണ്ണാട്ടു ഫിനാൻസിന്റെ വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം പവർഡ് ബൈ നോർത്ത് റിപ്പബ്ലിക് പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. അദ്വൈത് വരൂ. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സന്തോഷം. എവിടെ വീട്? എൻ്റെ വീട് പൗടിക്കോണം. പൗടിക്കോണം. എന്താ പഠിക്കുന്നത് ഇവിടെ? ഞാൻ ഇവിടെ സെക്കൻഡ് ഇയർ BA എക്കണോമിക്സ്. ഞാനിവിടെ പഠിച്ചത് മാത്തമാറ്റിക്സ് ആയിരുന്നു. കയറിയിട്ടില്ലാത്ത മാത്തമാറ്റിക്സ് ക്ലാസ്സിലാണ്. മറ്റ് ക്ലാസ്സുകളിലെല്ലാം നിരന്തരമായി രാവിലെ ക്ലാസ് ക്യാമ്പയിൻ പ്രസംഗവുമായി കയറുമായിരുന്നു. ശരി, ആരംഭിച്ചാലോ? ആരംഭിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. എന്താ ഈ കുട്ടികൾക്കാർക്ക് അദ്വൈതിന് വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. നോക്കാം. ഉണ്ട് കേട്ടാ, മോശമല്ല. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അദ്വൈതിനോടൊപ്പം യാഗം. അദ്വൈത് റെഡി? റെഡി. പുരുഷൻ? അതെ. ഇന്ത്യൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? അല്ല. 1950 ശേഷം മരണം? അതെ. 1980 ശേഷം മരണം? അതെ. രാഷ്ട്രീയം, കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. 10 ചോദ്യങ്ങൾ. യജ്ഞം?
2000-ന് ശേഷം മരണം. അതെ. 2010-ന് ശേഷം മരണം. അതെ. സാധാരണഗതിയിലാണ് മരണം. അതെ, സാധാരണഗതിയിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ BJP ആണോ അദ്ദേഹത്തിന്റെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം? അല്ല. ഇടതുപക്ഷ രാഷ്ട്രീയം? അല്ല. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അതെ. 16-ാമത്തെ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ രാജസൂയത്തിലേക്ക് കടക്കണം അല്ലേ? അതെ. അല്ലെങ്കിൽ പിന്നെ 16 ചോദ്യം കഴിഞ്ഞാൽ ഒരു ചോദ്യം കഴിഞ്ഞ് ഉത്തരം പറയണം. 16-ാമത്തെ ചോദ്യം, മകൻ അല്ലെങ്കിൽ മരുമകന്റെ പേര് ഉദ്ധവ് എന്നാണോ? അതെ. മികച്ച പത്രപ്രവർത്തകനായിരുന്നു, മികച്ച സംഘാടകനായിരുന്നു, ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ നയിക്കുവാൻ കഴിഞ്ഞ നായകത്വ ചിന്തയുള്ള ആളായിരുന്നു. കാഴ്ചപ്പാടുകളിലെ അഭിപ്രായ വ്യത്യാസവും നിൽക്കുമ്പോൾ തന്നെയും നേതൃത്വ പാടവത്തിന്റെ കാര്യത്തിൽ വളരെയധികം ആദരിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട ബാൽ താക്കറെയാണ് താങ്കൾ മനസ്സിൽ വിചാരിച്ചത് അല്ലേ? അതെ. ശരി. ബാൽ താക്കറെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകനും ശിവസേന എന്ന ഹിന്ദു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനും പ്രമുഖ നേതാവുമായിരുന്നു ബാൽ താക്കറെ. ഫ്രീ പ്രസ് ജേർണലിസ്റ്റ്, കാർട്ടൂണിസ്റ്റായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1966 ജൂൺ 19-ന് ശിവസേന എന്ന സംഘടനയ്ക്ക് താക്കറെ രൂപം നൽകി. 2012 നവംബർ 17-ന് അന്തരിച്ചു. ബാൽ താക്കറെയുടെ പ്രസിദ്ധീകരണമാണ് സാമ്ന കേട്ടാ. ആദിത്യ ഗ്രൂപ്പ് നൽകുന്ന ഒരു സമ്മാനമാണ് അദ്വൈതിന്. ആദിത്യയിലുമുണ്ട്, അദ്വൈതിലുമുണ്ട്, ആയും ദായും തായും അല്ലേ? ശരി. വീണയാണ് അടുത്ത മത്സരാർത്ഥി. വീണ വരൂ. വീണ, ഞാനൊരു കാര്യം ആലോചിച്ച് ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. മനസ്സിൽ സത്യത ചിരിച്ചു പോയി. അത് 4 നൂറ്റാണ്ട് മുമ്പിലുള്ള ഒരു കഥയാണ്. ഒരു കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഇത്ര കാലവും പറയാതെ മനസ്സിൽ ഞാൻ സ്വകാര്യമായി സൂക്ഷിച്ച ഒരു സംഭവമാണ്. അത് ഇനിയെങ്കിലുമൊക്കെ തുറന്നു പറയണമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അത് തുറന്നു പറയാൻ ഇതിനേക്കാൾ പറ്റിയൊരു ഇടമില്ല. പക്ഷെ അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിൽ പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. അവരെ ഇന്ന് വരുമെന്ന് പറഞ്ഞാൽ ആരെയും കണ്ടില്ല. നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇല്ല, പോയി. അതായത് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ കലാലയ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതുപോലെ സ്ഥിരമായി സംഘർഷങ്ങൾ നടക്കാറുണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ രാത്രി ക്യാമ്പസിന് അടുത്തുള്ള ലോഡ്ജിലും ഒക്കെയാണ് ഞങ്ങൾ തങ്ങാറുള്ളത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തിരുവനന്തപുരത്ത് കേശവദാസപുരം വഴിയാണ് ഉള്ള ബസ്സിലാണ് പൊതുവെ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വരാറുള്ളത്. ഒരു പ്രത്യേക സംഘടനയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് എതിർ സംഘടനകളുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അന്ന്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ലേറ്റായി ബസ്സിൽ കോളേജിലോട്ട് വരികയാണ്. വന്നപ്പോൾ ആ ബസ്സിൽ കയറി ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് 2 കുട്ടികളല്ല 2 ചെറുപ്പക്കാർ എന്നോടൊപ്പം ആ ബസ്സിൽ കയറി. മെഡിക്കൽ കോളേജിനടുത്ത് വെച്ച് ബസ് ബ്ലോക്കായി. അവർ 2 പേരും പരസ്പരം മുഖാമുഖം നോക്കി. എന്നിട്ട് എന്നെ നോക്കിയിട്ട് ചോദിച്ചു, പ്രദീപ് അല്ലേ SM കോളേജിൽ എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ഞാൻ കുനിഞ്ഞു. ഒരു തുണിസഞ്ചിയായിരുന്നു അന്ന് എൻ്റെ രൂപം സഞ്ചിയും ജുബയും ഒക്കെയാണ്. വല്ലപ്പോഴൊക്കെ കുളിക്കാറുള്ള രൂപമായിരുന്നല്ലോ. അപ്പോൾ ഈ തുണിസഞ്ചി എടുത്തതും ബസ്സിൽ നിന്ന് ഓടിയതും മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീകാര്യം വരെ ഓടി. പിന്നെ ശ്രീകാര്യത്തിൽ നിന്ന് നമ്മുടെ കുറച്ച് പ്രവർത്തകരുമായിട്ടൊക്കെ ഇവിടെ വരികയും അന്ന് കലാലയത്തിൽ 2 ദിവസം സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും സമരം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ആക്രമിക്കാൻ വന്നതിന്റെ ഭാഗമായാണ്. 2-3 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ലൈബ്രറി ക്യാൻറ്റീൻ പരിസരത്ത് ഞാൻ നിൽക്കുമ്പോൾ അതേ രൂപഹാവാദികളോടുകൂടി അതേ രൂപത്തിൽ അതേ ആഭരണങ്ങളും ആടകളും ഒക്കെ ആയി ഇതേ 2 പേർ യൂണിവേഴ്സിറ്റി ലൈബ്രറി ക്യാൻറ്റീനിലേക്ക് കയറി വന്നു. അപ്പോൾ എനിക്ക് ധൈര്യമുണ്ട്. യൂണിവേഴ്സിറ്റി ലൈബ്രറി ക്യാൻറ്റീൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്കൊരു ആത്മവിശ്വാസമുള്ള ഇടമാണല്ലോ. അവിടെ എങ്ങനെ നിൽക്കുന്നു. ഇവരടുത്ത് വന്നിട്ട് ചോദിച്ചു, അറിയോ പ്രദീപ്? ഞാനൊരല്പം ജാടയിൽ പറഞ്ഞു, അറിയോന്നോ? ഇവരെങ്ങനെയാ മറക്കുന്നത്? എന്താ? ഞങ്ങൾ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്. ഞങ്ങൾ MG കോളേജിൽ പഠിക്കുകയായിരുന്നു. ഞാൻ പറയാം, അതും മനസ്സിലായിരുന്നു അന്ന് കണ്ടപ്പോഴേ. അല്ല, ഞങ്ങൾ MG കോളേജിൽ മലയാള വേദി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോയിൽ പ്രദീപ് ചെയ്യുന്ന 1 നിമിഷം പരിപാടി അന്ന് ഞാൻ ചെമ്പഴന്തി SN കോളേജിലെ GS പ്രദീപ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റേഡിയോയുടെ കേരളം മുഴുവൻ നമ്മുടെ കോളേജിന്റെ പേര് കേൾക്കുമായിരുന്നു.
ആ പ്രദീപ് ചെയ്ത ഒരു നിമിഷം പരിപാടി ഞങ്ങളുടെ കോളേജിൽ ഒന്ന് വന്ന് അവതരിപ്പിക്കാൻ പ്രദീപിനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ SM കോളേജിലോട്ട് വരികയായിരുന്നു. വരുന്ന വഴി ബസ്സിൽ വെച്ചേ കണ്ടപ്പോൾ ഞങ്ങൾ വിളിക്കാമെന്ന് വിചാരിച്ചതും പ്രദീപ് ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ ഇന്നാണ് കാണുന്നത്. അപ്പൊ അന്ന് അതിന്റെ പേരിൽ തല്ലുകൊണ്ട എൻ്റെ അന്നത്തെ എതിർ രാഷ്ട്രീയ കക്ഷിയിലെ സുഹൃത്തുക്കളോട് ഇപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് വീണ. ശരി, എവിടെ വീണ? അങ്ങനെ വീണില്ല. അത്ര പെട്ടെന്നൊന്നും വീഴ്ത്താൻ പറ്റുന്ന ഒരാളല്ല വീണ. നോക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളിലേക്ക് യാഗം. വീണ വിചാരിച്ചത് പുരുഷൻ? അതെ. ഇന്ത്യൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഏഷ്യനാണോ? അല്ല. എല്ലാം അല്ല ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? യൂറോപ്യൻ? അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി ഇതിലൊന്നാണോ രാജ്യം? അതെ. ബ്രിട്ടീഷ്? ഇറ്റലി. താങ്ക് യു. ഇതല്ലോ അതാണ് സന്തോഷ് പാലി. താങ്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു തരാം. താങ്കൾ ഈ കഴിഞ്ഞ 2001 മുതൽ 18 വർഷം കൊണ്ട് അശ്വമേധം എന്ന പരിപാടിയുടെ പ്രൊഡ്യൂസറും ഇപ്പോൾ കൈരളി TVയുടെ ഡയറക്ടർ ഓഫ് പ്രോഗ്രാംസും ഒക്കെയാണ് താങ്കൾ ഇന്ത്യക്ക് പുറത്തടക്കം 10-16 രാജ്യങ്ങളിൽ ഞങ്ങൾ അശ്വമേധം അവതരിപ്പിക്കുമ്പോൾ താങ്കൾ തന്നെയായിരുന്നു അതിന്റെ മുഖ്യ കാരണക്കാരനും ചുമതലക്കാരനും. ലോകത്തിൽ ഇത്രയും സ്നേഹമുള്ള ഒരു മത്സരാർത്ഥിയെ ഇതിനു മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി ആണോന്ന് ചോദിച്ചോ? സാറ് വിഷമിക്കണ്ട, ഇറ്റലിയാ. അതാണ് സ്നേഹം. SM കോളേജിന്റെ സ്നേഹം. താങ്ക് യു വീണ. 1950 ശേഷമാണ് മരിച്ചതെന്നാ പറഞ്ഞത് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? ചോദിച്ചില്ലേ? ചോദിച്ചില്ല. 50 ശേഷമാണ്. ആണ്. ആണോ? 50 ശേഷം. അല്ലേ? എനിക്ക് വേണ്ടിയാണെന്ന് പറയണ്ടേ? സത്യം പറഞ്ഞാൽ മതി. ഇറ്റലി ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നേരെ അങ്ങോട്ട് പോവാം. കല? അതെ. ചിത്രകല? അതെ. അദ്ദേഹം കത്രിക കണ്ടുപിടിച്ചിട്ടുണ്ടോ? സിസേഴ്സ് കണ്ടുപിടിച്ച അദ്ദേഹമാണോ? അല്ല. സിസേഴ്സ് കണ്ടുപിടിച്ചല്ല, ഉറപ്പാണ്? ഒരു സുന്ദരിയുടെ ചിത്രം വരച്ചപ്പോൾ, അവളുടെ ചുണ്ടുകൾ വരച്ചപ്പോൾ ചിത്രം സിസേഴ്സ് കണ്ടുപിടിച്ച ഒരാളാണോ എന്നാണ് ചോദിച്ചത്. 1962 ഒരു വസ്തു $100 മില്യൺ ഇൻഷുർ ചെയ്തു. അതായിരുന്നു ചരിത്രത്തിലെ, ഇത് പഠിച്ചു വെച്ചോളൂ, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് തുക. 1962 ഒരു സംഗതി $100 മില്യൺ ഇൻഷുർ ചെയ്തതാണ്. അതായിരുന്നു ഹിസ്റ്ററിയിലെ ബിഗസ്റ്റ് എവർ. ഇപ്പൊ അതിന്റെ പ്രൈസ് $600 മില്യൺ ആണ് അതിന്റെ ഒറിജിനൽ വില. അത് മൊണാലിസ എന്ന പെയിന്റിംഗ് ആണ്. ഈ മൊണാലിസയുടെ ചിത്രം വരച്ചുകൊണ്ടിരുന്നപ്പോൾ, അവളുടെ ചുണ്ടുകൾ വരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലിയോനാർഡോ ഡാവിഞ്ചി കത്രിക കണ്ടുപിടിക്കുന്നത്. സിസേഴ്സ് കണ്ടുപിടിച്ചത് ലിയോനാർഡോ ഡാവിഞ്ചിയാണ്. സിസേഴ്സ് മാത്രമല്ല, വിമാനത്തിന്റെ ആദ്യത്തെ മാതൃക കണ്ടുപിടിച്ചത്, പാരഷ്യൂട്ട് മോഡൽ കണ്ടുപിടിച്ചത്, ഇതെല്ലാം ലിയോനാർഡോ ഡാവിഞ്ചിയാണ്. ഹി വാസ് എ പോളിമാത്ത്, ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ഡാവിഞ്ചി. ഡാവിഞ്ചിയാണോ മനസ്സിൽ? ലിയോനാർഡോ ഡാവിഞ്ചി നവോത്ഥാന കാലത്തെ പ്രശസ്തനായ ഒരു കലാകാരനായിരുന്നു ലിയോനാർഡോ ഡാവിഞ്ചി. എക്കാലത്തെയും ഏറ്റവും മികച്ച ചിത്രകാരിൽ ഒരാളായി കരുതപ്പെടുന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. ചിത്രകാരൻ, വാസ്തുശില്പി, ശാസ്ത്രജ്ഞൻ, ശരീരശാസ്ത്ര വിദഗ്ധൻ, സംഗീത വിദഗ്ധൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഇദ്ദേഹത്തിന്റെ തിരുവത്താഴം, മൊണാലിസ എന്നീ ചിത്രങ്ങൾ ലോക പ്രശസ്തങ്ങളാണ്. 1519 മെയ് 2 മരണമടഞ്ഞു. ശരി. നഗരത്തിലെ നാട്ടിൻപുറം എന്നറിയപ്പെടുന്ന ചെമ്പഴന്തി ശ്രീനാരായണ കലാലയത്തിൽ അറിവിന്റെ ആകാശത്തിലേക്ക് വർണ്ണാഭമായ ചിറകുകൾ ഉയർത്തിപ്പറക്കുന്ന ഈ ചിത്രശലഭങ്ങളോടൊപ്പം നമുക്ക് ആരംഭിക്കാം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. അല്ലമീന, സ്വാഗതം. നമസ്കാരം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി, ഫസ്റ്റ് ഇയർ. അടുത്തോട്ട് വരൂ. എന്താ ഈ കുട്ടികൾ അല്ലമീനയ്ക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാതെ? അല്ലമീന മടിച്ചു നിൽക്കുക. അല്ലമീനയോട് പലരും പറഞ്ഞിട്ടുള്ള കാര്യം, പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മനസ്സിൽ പറയുന്ന കാര്യം തുറന്നു പറയട്ടെ. അല്ലമീന ചിരി കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? ശരിയല്ലേ? കള്ളമാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ അല്ലമീനെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വീട് എവിടെയാ? വെമ്പായം. അശ്വമേധം കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കോളേജിൽ പഠിച്ച ആളാണെന്ന് അറിയായിരുന്നോ?
ഇന്ന് പറഞ്ഞപ്പോ അറിയാം. അതെ. അതിനും പറയില്ല. അയ്യോ. അപ്പൊ തുടങ്ങിയാലോ? തുടങ്ങാം. അല്ലമീനയും ഒപ്പം ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. അല്ലമീന വിചാരിച്ച വ്യക്തി ഇംഗ്ലീഷ് സാഹിത്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണോ? ഇംഗ്ലീഷ് സാഹിത്യം. അദ്ദേഹത്തിന്റെ മേഖല ഇംഗ്ലീഷ് സാഹിത്യമാണ്. ആണ്. ശരി, വെരി ഗുഡ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല. യൂറോപ്യൻ? നോ. അല്ല. ഇന്ത്യൻ? യൂറോപ്യൻ ആണ്. ഏതെങ്കിലും ഒന്ന് പറയൂ. യൂറോപ്യൻ ആണ്. യൂറോപ്യൻ ആണ്. 1900 ശേഷം വരണം? നോ. 1800 ശേഷം വരണം? നോ. 1500 ശേഷം വരണം? അതെ. 1500-നും 1800-നും മധ്യേ മരിച്ച ഇംഗ്ലീഷ് സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ് പ്രധാന പ്രശസ്തി അല്ലേ? ചെറുകഥാനോവൽ ഇതിലൊന്നാണോ പ്രധാനം? അല്ല. അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തി കവിതയാണോ? അല്ല. നാടകം? അല്ല. ഫിക്ഷൻ അല്ല. അപ്പോ സങ്കല്പമല്ല, ഭാവനയല്ല? അല്ല. അല്ല. അദ്ദേഹത്തിന്റെ എസ്സേയിസ്റ്റ് എന്നുള്ളതാണോ? ഉപന്യാസകാരൻ എന്നുള്ളതാണോ? എസ്സേയിസ്റ്റും ആണ്. പ്രധാന പ്രശസ്തി സാഹിത്യത്തിൽ അദ്ദേഹത്തിനെ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് സങ്കല്പ ഫിക്ഷൻ അല്ല? അല്ല. അല്ല, ഫിക്ഷൻ അല്ല. അല്ല, എസ്സേയിസ്റ്റ് എന്നുള്ളതാണോ പ്രധാനമായി? 10 ചോദ്യങ്ങൾ യജ്ഞം. എസ്സേയിസ്റ്റ് എന്നും പറയാം. അപ്പോൾ അതൊന്നും അല്ലാതെ ഒരു റീസൺ ഉണ്ട് അല്ലേ? സാഹിത്യം തന്നെയാണ് പ്രധാനം, ലിറ്ററേച്ചർ തന്നെയാണ് സർ. ആണ്, ഫിക്ഷൻ അല്ല. ബ്രിട്ടൻ, ഫ്രാൻസ് ഇതിലൊന്നാണോ രാജ്യം? യെസ്. പേരിന്റെ ഏതെങ്കിലും ഭാഗം എസ്സിൽ ആരംഭിക്കുന്നുണ്ടോ? പതിനെട്ടാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് റൈറ്റർ സറ്റയർ കലർത്തി എഴുതിയ ഒരാളെന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്ന പേരുകളിൽ പ്രധാനിയെ കുറിച്ചാണ് ഞാൻ. ഒരു ഫിക്ഷൻ റൈറ്ററാണ്, ഒരു സങ്കല്പ സൃഷ്ടിയുടെ ആളെ വക്താവാണോ എന്നാണ് ഞാൻ ചോദിച്ചത് സർ. ഫിക്ഷൻ അപ്പൊ അല്ല എന്ന് പറഞ്ഞു. ഉറപ്പാണല്ലോ അല്ലേ? അത് നടന്ന സംഭവങ്ങൾ എഴുതിയ ആളാണോ എന്നാണ് ചോദ്യം. ഫിക്ഷൻ എന്ന് പറയുന്നത് നടക്കാത്ത സംഭവങ്ങൾ, നടന്ന സംഭവങ്ങളാണ് അയാൾ സറ്റയർസ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. എന്റെ ഒരു സംശയം, ഞാൻ ആളിനെ ക്ലിയർ ചെയ്ത് പോട്ടെ അല്ലേ? അല്ലേ, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് കൃതി ആരംഭിക്കുന്നത് ജിയിലാണോ? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സാമൂഹ്യ സറ്റയർ അത് വെറും സറ്റയർ ആകുന്നത് അതിന്റെ സിംറ്റമാറ്റിക് അല്ലെങ്കിൽ സിംബോളിക് സറ്റയർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതൊരു ഭാവനാ സൃഷ്ടിയല്ലേ? ഉയരം കുറഞ്ഞ മനുഷ്യരെ സൃഷ്ടിച്ച ഒരാളല്ലേ? ലില്ലിപ്പുട്ടുകളെ സൃഷ്ടിച്ച ഒരാളാണോ മനസ്സിൽ? താങ്കൾ വിചാരിച്ച വ്യക്തി ഗള്ളിവേഴ്സ് ട്രാവൽസിന്റെ കർത്താവാണോ? ആണ്. ജൊനാഥൻ സ്വിഫ്റ്റ് ആണ് മനസ്സിലെങ്കിൽ ആണോ? ജൊനാഥൻ സ്വിഫ്റ്റ് ആണ് മനസ്സിലെങ്കിൽ ജൊനാഥൻ സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിചയം ഗള്ളിവേഴ്സ് ട്രാവൽസിലൂടെയാണ്. ഉയരം കുറഞ്ഞ ലില്ലിപ്പുട്ടുകാരും ഉയരം കൂടിയവരും തമ്മിലുള്ള യുദ്ധത്തിനെ കുറിച്ച് പറയുന്ന കഥ. അത് സാമൂഹ്യമായ പരിപ്രേക്ഷ്യം അതിന് കൊടുത്തുകൊണ്ട് അതിനെ ഒരു സറ്റയറായി നമുക്ക് കാണാം. പക്ഷെ അതൊരു മനോഹരമായ സാങ്കല്പിക കൃതിയാണ്. അത് റിയാലിറ്റി അല്ലല്ലോ. ലില്ലിപ്പുട്ട് ഇസ് നോട്ട് എ റിയൽ പ്ലേസ്. That is not a real, but it's based on political. പൊളിറ്റിക്കൽ ഫിക്ഷൻ അല്ലേ? അതൊരു ഫിക്ഷൻ അല്ലേ? ശരി, എന്തായാലും ജൊനാഥൻ സ്വിഫ്റ്റിനാണ് വിചാരിച്ചത്. ജോനാഥൻ സ്വിഫ്റ്റ് ഐറിഷ് ആക്ഷേപഹാസ്യകാരനും കവിയും രാഷ്ട്രീയ ലഘുലേഖാകാരനും പുരോഹിതനുമായിരുന്നു ജോനാഥൻ സ്വിഫ്റ്റ്. സാഹിത്യ ചരിത്രത്തിൽ ഓഗസ്റ്റർ യുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഗദ്യകാരനായി കണക്കാക്കപ്പെടുന്ന ഇദ്ദേഹം ഗള്ളിവരുടെ യാത്രകൾ എന്ന കൃതിയാണ് സ്വിഫ്റ്റിന്റെ ഏറ്റവും പേരുകെട്ട രചന. മനുഷ്യവർഗത്തെ ലക്ഷ്യമാക്കുന്ന ആക്ഷേപ രചനകളിൽ ഏറ്റവും പ്രസിദ്ധവും ക്രൂരവും എന്നും അദ്ദേഹത്തിന്റെ കൃതികൾ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നമുക്ക് സറ്റയർ കാണാം. അതിപ്പോ നമ്മൾ സെർവാന്റിസിനെ വിചാരിച്ചാൽ, സെർവാന്റിസ് എഴുതിയ കൃതി ഏതാണ്? ഡോൺ ക്വിക്സോട്ട്. ഡോൺ ക്വിക്സോട്ട്, സാൻജോ പാസ മുതലായ കഥാപാത്രങ്ങൾ അടങ്ങുന്ന ഡോൺ ക്വിക്സോട്ട്, അതിലൊരു സോഷ്യൽ സറ്റയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതൊരു ഫിക്ഷൻ അല്ലേ? പഞ്ചവടിപ്പാലം, വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ പഞ്ചവടിപ്പാലം, അതൊരു ഫിക്ഷൻ അല്ലേ?
നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രാഷ്ട്രീയ നേതാക്കളെ പലരെയും നമുക്ക് ആ കൃതിയിൽ കാണാൻ കഴിയും, അവരുടെ രൂപഭാവങ്ങൾ. എന്നതുകൊണ്ട് അതൊരു ഫിക്ഷൻ അല്ലാതാകുന്നില്ല. മനസ്സിലായോ അല്ല മീനയ്ക്ക്? Being a postgraduate literary student, you should be very clear about creative literature and objective literature. He belongs to the category of creative literature. So Francis Bacon ഒരു ഒബ്ജക്റ്റീവ് ലിറ്ററേച്ചറിന്റെ വക്താവാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സറ്റയറിലും ഒരു ഫിക്ഷന്റെ അംശം കാണും. എല്ലാ സറ്റയറിലും ഫിക്ഷന്റെ അംശം കാണില്ല. എല്ലാ സറ്റയറിലും ഫിക്ഷന്റെ അംശം എങ്ങനെയാ കാണുന്നത്? ഉദാഹരണം പറയൂ. ഞാൻ ഫിക്ഷൻ ഇല്ലാത്ത ഒരുപാട് സറ്റയർ ഞാൻ പറയട്ടെ. സാഹിത്യവാരഫലം എന്ന എം കൃഷ്ണൻ നായരുടെ കോളം എല്ലാം സറ്റയറാണ്, ലിറ്റററി സറ്റയറാണ്. അതിൽ ഫിക്ഷൻ ഇല്ലല്ലോ, ഉണ്ടോ? നമ്മുടെയൊക്കെ എഴുതുന്ന ജേർണലിസ്റ്റിക് സറ്റയർസ് എല്ലാം സറ്റയർസാണ്, അതിൽ ഫിക്ഷൻ ഇല്ലല്ലോ. അതേസമയം ജോർജ് ഓർവെലിന്റെ കൃതികൾ ഏതാണ്? ജോർജ് ഓർവെലിന്റെ അനിമൽ ഫാമിൽ സറ്റയർ ഉണ്ട്, പക്ഷെ അത് ഫിക്ഷനാണ് ബേസിക്കലി, അല്ലേ? ഇത് മത്സരത്തിലെ പ്രാതിനിധ്യത്തിന് ചിന്നൂസ് നൽകുന്ന ഒരു സമ്മാനം. 16 ചോദ്യങ്ങൾ പൂർത്തിയാക്കിയതിന് നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു സമ്മാനം. നന്നായി വായിക്കുക. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി TV കേരളത്തിലെ ബൗദ്ധികരായ പ്രേക്ഷകരുടെ മുന്നിൽ അഴിച്ചുവിട്ട വിജ്ഞാനത്തിന്റെ യാകാശം അതിന്റെ 2ാം വരവിലെ കുതിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് 50 അധ്യായങ്ങൾ പൂർത്തിയാക്കുന്നു. ഈ 50ാം അധ്യായത്തിന്റെ നിറവിൽ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അറിവും നിറവും അതിന്റെ തെളിവോടുകൂടി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്ന ഈ വിജ്ഞാന മലർവാടിയിൽ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആ അതിഥി ആദരണീയനായ ശ്രീ PC ജോർജിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ സുവർണ ജൂബിലി അധ്യായത്തിലേക്ക്. ശ്രീ PC ജോർജ്, പ്ലീസ് വാക്ക് ഇൻ. വളരെ സുഖം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ 50ാം അധ്യായത്തിൽ പങ്കെടുക്കാനെത്തിയതിൽ വളരെയധികം സന്തോഷം. എനിക്ക് സന്തോഷമാണ്. 10 കൊല്ലമായിട്ട് കാണാനില്ലായിരുന്നു. എവിടെ ആയിരുന്നു? അല്ല, 1000 അധ്യായത്തോളം ചെയ്തതിന് ശേഷം ഒരു ഇടവേളയായിരുന്നു. പുതിയ തലമുറയ്ക്ക് വേണ്ടി വീണ്ടും തിരികെ വരികയാണ്. ഞാൻ വിചാരിച്ച് ഒന്നെങ്കിൽ പ്രദീപ് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ചാടിച്ചു വിട്ടു. ഇതിൽ ഏതാണെന്ന് ചോദിക്കാനാണ് ഞാൻ ആദ്യം ആഗ്രഹിച്ചത്. സത്യം. അത് രണ്ടുമല്ല, മറ്റു ഭാഷകളിലുള്ള ചാനലുകൾ കൂടി ഈ വിപരീത സമസ്യയെ പങ്കുവയ്ക്കുകയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അതിനുശേഷം ഒഴുകിയ നദി തിരികെ അതിന്റെ സ്രോതസ്സിലേക്ക് മടങ്ങി വന്നതാണ്. അത് തെറ്റാണ്. നദി ഒഴിയാൻ തിരിവരവില്ല. ആണോ? അല്ല സർ, പോയി. ചില നദികൾ, പ്രത്യേകിച്ച് വിജ്ഞാനത്തിന്റെ നദികൾക്ക് എന്നും പോകുന്ന അതൊരു സൈക്ലിക്കലാണ്. ഒഴുകി തിരിച്ചു വന്നേ പറ്റൂ. അറിവ് അങ്ങനെയല്ലേ? അറിവ് വരും. അതാ നദി എന്ന് പറയുന്ന കമ്പാരിസൺ, നോ കമ്പാരിസൺ. അതാണ് ഞാൻ പറഞ്ഞത്. സാറിന്റെ വാക്കും ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ പോകുന്നിടത്ത് തിരിച്ചു വരാറുണ്ട്. ചിലത് റിസർവ് ചെയ്യാം. ചിലത് റിസർവ് ചെയ്യാം. ഓ, തീർച്ചയായിട്ടും. സർ, വെൽക്കം ടു യജ്ഞം. യജ്ഞത്തിന് താങ്കൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള എന്റെ ശ്രമമാണ് യജ്ഞം. താങ്കൾ കണ്ടുപരിചയിച്ച പഴയ അതേ അശ്വമേധം വിചാരിച്ചു. സർ, ആ കടലാസം കൊണ്ട് സാറിന് ജൂറിയുടെ അരികിലേക്ക് ചെല്ലാം. എന്നിട്ട് പേര് അവർക്ക് നിർണയിക്കാം. ശ്രീ PC ജോർജ് മനസ്സിൽ ഓർമ്മിക്കുന്ന വ്യക്തിയുടെ പേര് ആദരണീയരായ ജൂറി അംഗങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ ആരംഭിക്കും ഈ 50ാം എപ്പിസോഡിലെ അമ്പരപ്പിക്കുന്ന യജ്ഞം. പെട്ടെന്ന് കിട്ടിയ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളെ വിചാരിച്ചു. അതിനു മുമ്പ് ചെറിയ നിയമക്കടമ്പ. ആദരണീയനായ നമ്മുടെ ജൂറി ശ്രീ VK ശ്രീരാമൻ കേരള ചീഫ് വിപ്പ് വിചാരിച്ച പേരിന് വിപ്പ് കൊടുത്തോ? ആൻഡ് നിമ്മി, നിങ്ങളുടെ കമ്പ്യൂട്ടർ അദ്ദേഹത്തിന് വേണ്ടി വന്ന ഫാക്ച്വൽ സഹായങ്ങൾ നൽകാൻ തയ്യാറാണോ? ഒരുപാട് തയ്യാറാണ്. ഇരിക്കണം സാർ. മത്സരം തുടങ്ങുന്നതിന് മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള രാഷ്ട്രീയത്തിലെ ഒരു നിമിഷവും നിശബ്ദമാകാത്ത നാവിനുടമയായ ശ്രീ PC ജോർജ് എന്ന അതികായനാണ് അശ്വമേധത്തിന്റെ 50ാം എപ്പിസോഡിലെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ മത്സരത്തിൽ താങ്കൾ വിചാരിക്കുന്ന പേര് ഞാൻ കണ്ടുപിടിച്ചാൽ മത്സരം അവസാനിക്കില്ല.
ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ആദ്യ റൗണ്ടിൽ താങ്കൾ വിചാരിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചാൽ പോലും താങ്കൾക്ക് അടുത്ത റൗണ്ടിൽ മത്സരിക്കാം. അത് ഞാൻ കണ്ടുപിടിച്ചാലും താങ്കൾക്ക് അടുത്ത റൗണ്ടിൽ മത്സരിക്കാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ എപ്പിസോഡ്. തുടങ്ങാം സാർ. തുടങ്ങാം. താങ്കളെപ്പോലെ മുഖം നോക്കി കൃത്യമായി സംസാരിക്കാനുള്ള ആർജവമുള്ള ഒരാളല്ല ഞാനെങ്കിലും ഞാനും ഇടയ്ക്കെല്ലാം വല്ലപ്പോഴും ഒക്കെ ഈ തുറന്ന മനസ്സുകൊണ്ട് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇടയ്ക്കൊക്കെ താങ്കളൊന്ന് പ്രകോപിതനായി പോയാൽ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അശ്വമേധം ഇഷ്ടമാണോ സാർ? ഇഷ്ടമാണ്. സംശയം എന്താ? തീർച്ചയായും. വീട്ടിലിറക്കേണ്ടി ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പൊ ഈരാറ്റുപേട്ട വീട്ടിൽ ജോലിക്കാരല്ലാതെ ആരുമില്ല ഇപ്പൊ. കാരണം തിരുവനന്തപുരത്താണ് ഭാര്യയും മകനും മകന്റെ ഭാര്യയും മകന്റെ കൊച്ചും. രണ്ടാമത്തെ മകനുണ്ട്, അവൻ അവിടെ പഠിക്കുകയാണ്. വീട്ടിലാരും ജോലിക്കാർ മാത്രം. പേട്ടയിൽ ആരും ഇല്ല അവിടെ? ഇല്ല. പോരല്ലേ സാർ ഇടയ്ക്കൊക്കെ? അയ്യോ, മിക്കവാറും അവിടാണ്. ഞാൻ തിരുവനന്തപുരം നിയമസഭ മാത്രം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എത്തും. ബാക്കി മുഴുവൻ തന്നെയും എൻ്റെ നാട്ടിലായിരിക്കും. നാട്ടിൽ ഈരാറ്റുപേട്ട ഒരു വീടുണ്ട്, പിന്നെ പാറത്തോട് പഞ്ചായത്തിൽ വെളിച്ചാനി ഒരു വീടുണ്ട് അവിടെ. കാരണം എൻ്റെ നിയമമുള്ള 2 താലൂക്കിലാണ്. 10 പഞ്ചായത്താണ്. അതിൽ 5 പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി താലൂക്കും 5 പഞ്ചായത്ത് മീനച്ചി താലൂക്കും. അപ്പോൾ രണ്ടും എൻ്റെ ഡിഫറൻ്റ് ആണ്. അവിടെ മാനസിക നിലയും പ്രവർത്തനവും ഒക്കെ ആളുകളുടെ സ്വഭാവത്തിൽ പോലും വ്യത്യാസമാണ്. അവിടെ 2 ഇടത്തും താമസിക്കാറുണ്ട്. ഇപ്പോൾ വെളിച്ചാനിലുള്ള വീടും താമസിക്കാറുണ്ട്. നമുക്ക് തുടങ്ങാം. ഏഷ്യൻ? പിന്നെ കറക്റ്റ്. ഇന്ത്യൻ? ഇന്ത്യൻ. മലയാളി? മലയാളി. മെയിൽ? നോ. ജീവിച്ചിരിപ്പുണ്ടോ? പിന്നെ രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? യെസ് ഓർ നോ? യെസ്. പ്രധാനം ഇതിലൊന്ന് തന്നെയാണ്. അതെ. രാഷ്ട്രീയം? യെസ്. ഈ പറഞ്ഞ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ ഒന്നിലാണോ? നോ. അല്ല. അല്ലല്ല. 50 വയസ്സ് കഴിഞ്ഞു? കഴിഞ്ഞു. എപ്പോഴെങ്കിലും മന്ത്രിയായിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലും മന്ത്രിയായിട്ടില്ല? ഇല്ല. മന്ത്രിയായിട്ടേ ഇല്ല. ഇല്ല. MLA യോ MP യോ ആയിട്ടുണ്ടോ? ഇല്ല. MLA യോ MP യോ ആയിട്ടില്ല? ഇല്ല. പക്ഷേ ദേശീയ തലത്തിൽ ശ്രദ്ധേയായ ഒരു വ്യക്തിയാണ്. അതെ അതെ അതെ. ആണ്. രാഷ്ട്രീയം തന്നെയാണ് പ്രധാനം. അതെ. മലയാളിയാണ്. അതെ. ശരിയാണ് സർ ഉത്തരങ്ങളെല്ലാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊന്നും അല്ല. അവിടെ താങ്കളുടെ പ്രദേശം പ്രാദേശികം കോട്ടയം, ഇടുക്കി? അല്ല. അല്ല. ഏയ്. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയിൽ അവർ അംഗമാണ്? ഇങ്ങനെ ചോദിച്ചാൽ അല്ല എന്ന് പറയണ്ടേ. അല്ല എന്നുള്ളത് ശരി. ശരിയല്ലേ? രാഷ്ട്രീയ കക്ഷിയിലില്ല. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. ആ വ്യക്തി മുത്തങ്ങ എന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഉണ്ട്. ആ വ്യക്തിയുടെ വിരലടയാളവും CK ജാനുവിന്റെ വിരലടയാളവും ഒന്ന് തന്നെയാണോ? അത് എനിക്ക് അറിയത്തില്ല. അതെങ്ങനെ ഒരാളുടെ 2 പേരുടെ വിരലടയാളം ഒന്നിച്ചു വരികയല്ലോ. അപ്പൊ ജാനുവിന്റെ വിരലടയാളം അല്ല. 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 കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള സമരത്തിന് അവർ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല. ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള സമരം? ഇല്ല. ചോദ്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇങ്ങനൊരു ഉത്തരം പറയാം. ഇല്ല, ഉത്തരം അറിയില്ല. അറിയത്തില്ല. ഇല്ലില്ല. അജിതയാണ് കേരളത്തിന്റെ ഏറ്റവും ശക്തയായ നക്സൽ വനിത. അജിതയാണ് താങ്കൾ. കെ അജിത കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കളിൽ പ്രമുഖ സാമൂഹിക സ്ത്രീ സംരക്ഷണ പ്രവർത്തകയുമാണ് കെ അജിത. അന്വേഷി എന്ന സാമൂഹിക സംഘടനയുടെ പ്രസിഡന്റാണ് അജിത. കോഴിക്കോട് കുന്നിക്കൽ നാരായണന്റെയും മന്ദാകിനിയുടെയും മകളായി ജനിച്ച അജിത കുട്ടിക്കാലം മുതലേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടയായിരുന്നു. 1964 സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സഹപാഠികളെ ഒരുമിപ്പിച്ച് കേന്ദ്ര സർക്കാർ റേഷൻ വെട്ടിക്കുറച്ചതിനെതിരെ ജാഥ നടത്തുകയും ചെയ്തു. കേരളത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ ബോധവൽക്കരണത്തിന് വേണ്ടിയും അജിത ശബ്ദമുയർത്തിയിട്ടുണ്ട്. അന്തർദേശീയമായ വലിയ വലിയ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിൽ വിചാരിക്കാതെ വളരെ ലളിതമായ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് ശ്രീ PC ജോർജ് എന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നു. തോൽപ്പിച്ചിരിക്കുന്നു. ശരി. അദ്ദേഹം വിചാരിച്ച സ്ഥലം അംഗീകരിക്കുന്ന ഒരിടമാണോ സർ? ഇന്ത്യയിലൊരു സ്ഥലം സർ? അല്ല. അല്ല.
ഏഷ്യയിലെ ഒരു സ്ഥലം? അതെ. ഒരു രാജ്യമോ തലസ്ഥാനമോ ആണോ? അല്ല. സാർക്ക് കൺട്രികളിലെ ഒരു സ്ഥലമാണോ സാർ അത്? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ. ചൈന വരുന്നില്ല അതിനകത്ത്. ചൈന സാർക്ക് വരുന്നില്ല. അല്ല ഇല്ല. അപ്പൊ ചൈനയിലെ ഒരു സ്ഥലം എന്ന് ഞാൻ പറഞ്ഞില്ല, ചോദിക്കുന്നു. ചൈന ആയിട്ട് ബന്ധമുണ്ട്. ചൈനയിലാണോ ആ സ്ഥലം? അതെ. രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ ആ സ്ഥലത്തിന്? രാഷ്ട്രീയ പ്രാധാന്യമൊന്നുമില്ല. വിപ്ലവകരമായ പ്രാധാന്യമോ രാഷ്ട്രീയ പ്രാധാന്യമോ ഒന്നുമില്ല. വേണമെങ്കിൽ അങ്ങനെ കണക്കാക്കാം. ആ സ്ഥലത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ ഭൂമിയിൽ കാണാവുന്ന ഏക പ്രദേശം അതാണോ? അല്ല, അങ്ങനെയില്ല. അങ്ങനെയുള്ള പ്രാധാന്യം ഇല്ല. ഇല്ല. വന്മതിലൊന്നും അല്ല. അപ്പൊ അല്ല. അദ്ദേഹം ആ സ്ഥലത്തിന്റെ പ്രാധാന്യം വ്യക്തികൾ വഴിയുള്ള പ്രസക്തിയാണോ? അല്ല, ഒരിക്കലും അല്ല. ഒരു പ്രശ്നമാണോ അത്? ഏയ്, ഒരു നഗരം തന്നെയാണ്. അതെ. ചൈനയിലെ ഒരു നഗരം തന്നെയാണത്. ചൈനയിൽ ചൈന എന്ന് കൂട്ടാം. ചൈനയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ രാജ്യത്തിന്റെ പഴയ പേര് ഫോർമോസ എന്നായിരുന്നു. അല്ലല്ലോ. അല്ല. അല്ലല്ലോ. ആ രാജ്യം താങ്കൾ വിചാരിച്ച പ്രദേശത്തിന് ഇപ്പൊ സ്വാതന്ത്ര്യമോ പരമാധികാരമോ ഉണ്ടോ? പരമാധികാരം ഇല്ല സത്യത്തിൽ. ഇസ് ഇറ്റ് ചൈനീസ് തായ്പൈ? ഇല്ല. അല്ല. തായ്വാന്റെ പഴയ പേര് ഫോർമോസ എന്നാണ്. അല്ലെന്നേ. അല്ല എന്ന് പറഞ്ഞു. ഇതൊരു ദ്വീപാണോ? ദ്വീപെന്ന് വേണേ കണക്കാക്കാം. ദ്വീപെന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഒരു ടൂറിസ്റ്റ് പ്ലേസ്? ഒരു വിദേശികൾക്ക് പോകാൻ താല്പര്യം ആർക്കും പോകാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലം. ബേസിക്കലി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കണക്ക് കൂട്ടാം. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഹോങ്കോങ്ങിനെ പറയുന്നത് പോലെ വേണമെങ്കിൽ കണക്കാക്കാം. ഹോങ്കോങ് അല്ല. ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ന്യൂസോ പൊളിറ്റിക്കൽ റിലേറ്റിവിറ്റിയോ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിലുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ രാജ്യമായിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പൊ മക്കാവുവിനെ പോലെ അങ്ങനെയുള്ള വേണമെങ്കിൽ കണക്കാക്കാം. മക്കാവു ആണ് വിചാരിച്ചത്. അതെ. ഒരു അവസാനം പിടിച്ചു കളഞ്ഞു. മക്കൗ ചൈനയിലെ 2 പ്രത്യേക ഭരണമേഖലകളിലൊന്നാണ് മക്കൗ. പേൾ നദീതടത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് മക്കൗ സ്ഥിതി ചെയ്യുന്നത്. 16-ാം ശതകം മുതൽ ഒരു പോർച്ചുഗീസ് അധീന പ്രദേശമായിരുന്നു ഇത്. ഈ പ്രദേശത്തിന്റെ സാമ്പത്തിക അവസ്ഥ പ്രധാനമായും ചൂതാട്ടത്തിലും ടൂറിസത്തിലും ഊന്നിയുള്ളതാണ്. തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ്, കളിപ്പാട്ടം എന്നിവയുടെ വ്യവസായങ്ങൾ ഇവിടെ പ്രശസ്തമാണ്. ഞാൻ വേറൊരു 5 ചോദ്യം ചോദിച്ചോ? സാർ യെസ് ഓർ നോ പറയോ? പറയും. ഷുവർ. യെസ് ഓർ നോ മാത്രമേ പറയൂ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഉറപ്പ്. 1. 2018 മാർച്ച് മാസം 30-ാം തീയതി ശ്രീ പി സി ജോർജ് ഏത് രാഷ്ട്രീയ മുന്നണിയിലായിരിക്കും? മാർച്ച് 30 2018 മെയ് മാസത്തെ ഇലക്ഷനാണ്. 2018 മെയ് 18 11 5 16 ഇലക്ഷനാണ്. ആ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞ് 2 കൊല്ലം കൂടെ കഴിഞ്ഞ് എവിടെ ആയിരിക്കുന്നു ദൈവം തമ്പുരാൻ അറിയാം. 1. 2, താങ്കളുടെ കാഴ്ചപ്പാടിൽ ആരായിരിക്കും സാർ അടുത്ത കേരള മുഖ്യമന്ത്രി? ഇപ്പോൾ ആർക്കും അത് പ്രവചിക്കാൻ കഴിയില്ല. ഇപ്പോൾ വെറുതെ പറയാണ്. ഇന്നയാളായിരിക്കും ആര് പറഞ്ഞാലും അത് തെറ്റാണ്. പ്രവചിക്കാനേ കഴിയില്ല. ഈ അടുത്ത ഒരു 6 മാസം കൊണ്ടാകുന്ന രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി ആരെന്ന് നിശ്ചയിക്കാൻ പോകുന്നത്. 6 മാസം കഴിഞ്ഞ് ഞാൻ പറയും. 3, താങ്കളുടെ ഗ്രഹനാഥനായിരിക്കുന്നതിൻ്റെ 100-ൽ 1 സംതൃപ്തി ചീഫ് വിപ്പായിരിക്കുമ്പോൾ താങ്കൾ അനുഭവിക്കുന്നുണ്ടോ? എനിക്ക് ഒരു മനസംതൃപ്തി ഈ ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് ഒരു MLA എന്നുള്ള സംതൃപ്തി മാത്രമേ ഉള്ളൂ. സത്യമായിട്ടും ഈ ചീഫ് വിപ്പ് എന്നുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. വേണം തന്നേക്കാവ്.
നാലാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ സാറിന്റെ ഇപ്പോഴുള്ള ഈ ഒരു ശൈലി ഉപേക്ഷിച്ച് വളരെ പക്വമതിയായ ഒരാളായി മാറും എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അതിന് സാധ്യതയുണ്ടോ? സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം. MLA ആയിരിക്കും പ്രവർത്തിക്കുന്നത്, ചീഫ് വിപ്പ് ആയിരിക്കും പ്രവർത്തിക്കുന്നു, സ്പീക്കർ ആകുമ്പോൾ പ്രവർത്തിക്കുന്നു, മന്ത്രിയാകുമ്പോൾ പ്രവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നു. എല്ലാം ആ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ MLA അല്ലാത്തപ്പോൾ പ്രവർത്തിക്കുന്നു, MLA ആയപ്പോൾ പ്രവർത്തിക്കും രണ്ടാണ്, MLA ആയിരുന്നപ്പോൾ പ്രവർത്തിക്കുന്നു, ചീഫ് വിപ്പായി പ്രവർത്തിക്കും രണ്ടാണ്. അതിന് മാറ്റമുണ്ട്, മനസ്സിലായി? അതുകൊണ്ട് സ്ഥാനം ഏതോ ആ സ്ഥാനത്തിന്റെ മാന്യത നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തും. അതല്ലാതെ ഒറ്റ വർത്താനം പറഞ്ഞതിന് അർത്ഥമില്ല. ഞാൻ അങ്ങനെ ആയിരിക്കും. അഞ്ചാമത്തെ ചോദ്യം. സർ, കേരള രാഷ്ട്രീയത്തിൽ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയ്ക്കും വെട്ടം മാണിക്കും PC ജോർജിനുമുള്ള പൊതുവായ സാമ്യം എന്താണ് എന്ന് പറയാം? ഒരു സാമ്യമില്ല. ഞാനാണ്. പക്ഷെ ജനം പറയുന്നു കേരളത്തിൽ മലയാള ഭാഷയിൽ 3 ശബ്ദധാരാവലിയുണ്ട്. ഒന്ന് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ ശബ്ദധാരാവലി, വേറൊന്ന് വെട്ടമാണിയുടെ പുരാണിക് എൻസൈക്ലോപീഡിയ, വേറൊന്ന് ശ്രീ PC ജോർജിന്റെ ശബ്ദധാരാവലി. എൻ്റെ ശബ്ദധാരാവലി ഒരു ഗ്രാമീണമാണ്, ഗ്രാമീണ ഭാഷയെ. അത് താരതമ്യപ്പെടുത്തണ്ട. അത് എൻ്റെത് മാത്രമാണ്, വേറെ ആർക്കും ഇല്ല. കാലങ്ങളോളം നിലനിൽക്കട്ടെ സാർ ആ ശബ്ദവും ആ ഓർമ്മയും. സർ, ഇത് ഞങ്ങളുടെ അശ്വോപഹാരം, അശ്വമേധത്തിന്റെ ഓർമ്മയ്ക്ക്. കോളേ ഗെയിം എന്ന ഈ ദൃശ്യസങ്കേതം ഉപയോഗിച്ചുള്ള ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തിരിക്കുന്ന മത്സരാർത്ഥിക്ക് ഞാനുമായി തത്സമയം അശ്വമേധം കളിക്കാനുള്ള ഈ അവസരത്തിൽ ഈ ദിവസം മത്സരിക്കുന്നത് ആര് എന്ന് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. എന്താണ് പേര്? ആനന്ദ്. താടിയിൽ തേനീച്ച കൃഷി നടത്തുന്ന ആനന്ദ് അല്ലേ? ആണോ? അല്ലേ? ആണെന്നോ അല്ലെന്നോ? അല്ല അല്ല അല്ല. ആനന്ദ് പറയൂ, എന്താ പഠിച്ചത്? സർ, ഞാൻ ദിശ PSC പരിശീലന കേന്ദ്രം പാലക്കാട് നെമ്മാറയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപ് എന്ത് പഠിച്ചു? മുമ്പ് +2 പാസ്സായി, പിന്നെ അതിനുശേഷം കുറച്ചു കാലം ജോലിക്ക് പോയി, ഇപ്പൊ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. പാട്ട് പാടോ ആനന്ദ്? ഇല്ല ഇല്ല ഇല്ല. ആനന്ദിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഭഗ്ന പ്രണയം ആരുമായിരുന്നു? അങ്ങനെ ഒരാളില്ല. സത്യം പറയൂ, അന്നല്ലേ ഈ താടി നീട്ടി വളർത്തി തുടങ്ങിയത്? അല്ല അല്ല അല്ല. ജോലി കിട്ടിയിട്ടേ താടി ഉപേക്ഷിക്കുന്നാണോ? അങ്ങനെയല്ല, അതൊരു ക്രൈസായി ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ താടി വേണ്ടാത്ത ജോലിക്ക് പോവില്ല എന്ന് തീർച്ചയാണോ? അങ്ങനെയില്ല. ജോലിയാണോ താടിയാണോ പ്രധാനം? എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ജോലി. ശരി. ആനന്ദിനെ നമുക്ക് ആനന്ദത്തോടെ സ്വാഗതം ചെയ്യാം ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. യാഗം. ആനന്ദ് വിചാരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. സൗത്ത് ഇന്ത്യൻ? അതെ. തമിഴ്നാട്? അതെ. എല്ലാം അതെന്നാണ് പറയുന്നത്. വെരി ഗുഡ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? ഇല്ല. മന്ത്രിയായിട്ടുണ്ടോ? ഇല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. പുരുഷൻ തന്നെയാണ്? അല്ല. ഇപ്പോൾ പരപ്പനയിലെ അഗ്രഹാര ജയിലിലാണോ ഉള്ളത്? അതെ. ശശികലയാണോ മനസ്സിൽ? അതെ. തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയാണ്. 1957 ഓഗസ്റ്റ് 18 ജനിച്ച ഇവർ AIADMKയുടെ മുൻ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ കോടതി വ്യവഹാരങ്ങളുടെ ഭാഗമായി ജയിൽവാസം അനുഷ്ഠിച്ചു വരുന്നു. എന്തായാലും
ആനന്ദിന്റെ 2 കൂട്ടുകാർ എനിക്ക് നല്ല തലവേദന തന്നതുകൊണ്ട് കുറച്ച് എളുപ്പമാക്കി തരാം, ഒരല്പം റിലാക്സേഷൻ തരാം എന്ന് കരുതിയാണ് അല്ലേ ശശികലയെ വിചാരിച്ചത്. വെൽ ഡൺ ആനന്ദ്, സന്തോഷം പരിചയപ്പെട്ടത്. താങ്ക് യു.